ഇന്ന് നമുക്ക് വരിക വരിക സഹോദരൻ എന്ന പാട്ട് ഇല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഇന്നേ ദിവസം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിൽ കുറിച്ചിട്ടോ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആരൊക്കെ ഇന്ന് ശിരസ്സുകൾ നമിക്കാൻ തയ്യാറാകുന്നു, ആ കുടുംബങ്ങളിലൊക്കെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ അത്ഭുതകരമായ അനുഗ്രഹ വർഷം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ കുമ്പസാരം കഴിയുന്ന നിമിഷം മുതൽ തുടങ്ങുകയാണ്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. ഇന്നലെ വരെ നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാതിരുന്ന ഒരു സന്തോഷവും സമാധാനവും ഇന്ന് കുമ്പസാരം കഴിയുന്ന നിമിഷം മുതൽ നിന്റെ കുടുംബത്തിൽ കടന്നു വരിക. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടയ്ക്കൂ. കണ്ണുകളെ അടച്ച് കരങ്ങളെ നെഞ്ചോട് ചേർക്കൂ. കണ്ണുകൾ അടച്ച് കരങ്ങളെ നെഞ്ചോട് ചേർത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിമിഷം നന്ദി പറയൂ. കർത്താവേ, ഇന്ന് കുമ്പസാരിക്കാനുള്ള ഒരു നല്ല പ്രചോദനം എനിക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ നീ എന്റെ എനിക്ക് പാപബോധം നൽകിയത്, പശ്ചാത്താപം നൽകുന്നത്, എന്നെ കുമ്പസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈശോയെ, നന്ദി പറയുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ എന്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹമായി പെയ്തിറങ്ങാൻ പോകുന്ന നിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് ഈശോയെ പ്രഭാതത്തിൽ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നന്ദി പറയുകയാ. ഇന്നലെ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഈ പ്രഭാതത്തിൽ ഇവിടെ വന്ന് ശുശ്രൂഷയ്ക്ക് നിൽക്കുവാൻ സാധിക്കുമോ എന്ന് പോലും എനിക്ക് അറിവില്ലായിരുന്നു. കർത്താവെ, എങ്കിലും രക്ഷയുടെ ഒരു ദിനം കൂടി ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തില് നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണല്ലോ. എനിക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രക്ഷയോർത്ത് കർത്താവെ നന്ദി പറയുന്നു എന്ന് എല്ലാവരും ഉള്ളിന്റെ ഉള്ളിൽ പറയൂ. എല്ലാവിധ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ ഈ ദിവസത്തിലേക്ക് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാ. ഈശോയെ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് ഉള്ളിന്റെ ഉള്ളിൽ പറയൂ. ഒരു നിമിഷം നിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ദൈവ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കൂ. കാരണം ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തെ നവീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദുഷ്ടാരൂപിയുടെ ശക്തികളും നിന്റെ കുടുംബത്തെ തകർക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെയെങ്കിലും കുമ്പസാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പൈശാചിക ശക്തി നിന്റെ കുടുംബത്തെ ആക്രമിക്കും. പ്രാർത്ഥിക്ക്, ഈശോയെ, എന്റെ കുടുംബത്തിലെ ഒരൊറ്റ വ്യക്തി പോലും കുമ്പസാരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇടവരുത്തല്ലേ. ദുഷ്ടാരൂപിയുടെ ശക്തിയെ തരണം ചെയ്യാനുള്ള ശക്തി എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. നിന്റെ കുടുംബത്തിൽ വർഷങ്ങളായിട്ട് കൂദാശ സ്വീകരിക്കാത്ത വ്യക്തികളുണ്ടെന്ന് അറിവുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സ്വന്തക്കാരുടെ ഇടയിൽ, അയൽവക്കങ്ങളിൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഈ സമയം അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കൂ. കർത്താവ് മാനസാന്തരത്തിന്റെ അനുഭവം ഈ സമയം തന്നെ കൊടുക്കും. വിശ്വാസത്തോടെ, ബോധ്യത്തോടെ, കർത്താവെ, എന്റെ കുടുംബത്തിലെ ഇന്നയാൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ലല്ലോ, ധ്യാനത്തിന് പോലും വരുന്നില്ലല്ലോ. ദൈവമേ, ഈ മൈക്കിലൂടെയുള്ള കർത്താവിന്റെ അഭിഷേകത്തിന്റെ സ്വരം ഇത് ചെന്നെത്തുന്ന ശബ്ദവലയത്തിനുള്ളിൽ ആരെങ്കിലും കുമ്പസാരത്തെ മനഃപൂർവ്വം മറുതലിച്ച് ധ്യാനത്തോട് പ്രതികരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാനെ, ഈ നിമിഷം തന്നെ അവരുടെ ഹൃദയ കാഠിന്യത്തെ എടുത്തു മാറ്റണമേ. പാപമോചനത്തിന് വേണ്ട പാപബോധവും പശ്ചാത്താപവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവമേ, നാളുവരെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഒരു മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടാരൂപിയുള്ള ശക്തികള്, കൂദാശകളിൽ നിന്ന്, ആത്മീയ കാര്യങ്ങളിൽ നിന്ന്, കുടുംബ പ്രാർത്ഥനകളിൽ നിന്ന് എന്റെ കുടുംബത്തെ അകറ്റി നിർത്തണമെങ്കിൽ കർത്താവേ, ബന്ധനത്തിൽ നിന്ന് ആ മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സർവശക്തികളെയും അന്ധകാര ശക്തികളെയും ബന്ധിപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കുടുംബത്തിൽ പ്രവർത്തിക്കാൻ ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം, കുഞ്ഞിനെ വിഴുങ്ങാൻ വരുന്ന പാമ്പിനെതിരെ പടവെട്ടുന്ന അമ്മയുടെ പ്രാർത്ഥനാ ശക്തി, കവൽ മാലാഖമാരുടെ സംരക്ഷണം, വളരെ പ്രത്യേകമായിട്ട് ദുഷ്ടാരൂപികളുടെ ശക്തികൾക്കെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ ദൂതനായ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം ഈ സമയത്ത് യാചിക്കൂ. പരിശുദ്ധ അമ്മയോടും സകല സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മയെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
കുംഭസാരത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്താൻ സാധ്യതയുള്ള സകലവിധ ദുഷ്ടാരൂപികളുടെ ശക്തികളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് തകർത്തെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ അമ്മയെ വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത വ്യക്തികൾ ഈ സമയം ഉണ്ടെങ്കിൽ ഈ ദിവസം മുഴുവൻ തമ്പുരാൻ അമ്മയെ എങ്ങനെയെങ്കിലും അവർ കുമ്പസാരത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഈശോയുടെ മുമ്പിൽ അവർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. പ്രത്യേകിച്ച് സർപ്പത്തിന്റെ തല തകർത്തവളെ, നാരകീയ ശക്തികൾക്കെതിരെ പടവെട്ടിയവളെ, അവർക്ക് വേണ്ടിയിട്ട് ദുഷ്ടാരൂപികളുടെ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിനെത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളമേ. ആമേ. കണ്ണുകളെ തുറക്കാം, അൾത്താരയിലേക്ക് നോക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഈ ദിവസത്തിന് മുഴുവൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇവിടെ ആരാധനകൾ നടത്തുമ്പോൾ പരിശുദ്ധ അമ്മയും നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം ചേർന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളെ കൈവിടല്ലേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇരടികളോട് ചേർന്ന് എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീയൊരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീയൊരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ശരണം ഗമിക്കൂനി തൃപാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിക്കൂനി തൃപാദത്തിൽ, പ്രാർത്ഥിക്കണം. കരുണതൻ നിറകുടമാകുമമ്മേ. കണ്ണിയോടെ ഇവരെ കാക്കണമേ, കന്യകമാരുടെ റാണിനേ. പരിശുദ്ധമേ, ആത്മാവിന് കൂട്ടായിരിക്കണമേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീയൊരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കൂ. പാഠ്യപുസ്തകത്തിലെ 17ാമത്തെ ഗാനം. ഇരുപത്തിയൊന്നാമത്തെ പേജിലെ 17ാമത്തെ ഗാനം. ഏതാണ് പാട്ട്? നിർമ്മലമായ ഹൃദയം. കേട്ടിട്ടുള്ള പാട്ടല്ലേ? അല്ലേ? അതെ, നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥനാപൂർവ്വം അതൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പിന്നീട് പരിശുദ്ധ കുർബാനയിലെ സങ്കീർത്തനത്തിൽ അതേ ഗാനം തന്നെ ആലപിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണേ കർത്താവേ, ഹൃദയത്തിന്റെ കാഠിന്യമെല്ലാം നീക്കിക്കളയണമേ എന്ന പ്രാർത്ഥനയോടെ ഗാനത്തിന്റെ ഈരടികളോട് ഒപ്പം ചേരുന്നു. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ,
നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നി ദേവാ. ചേർന്ന് പാടാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. ഹൃദയത്തെ കഴുകണമേ. നേരായൊരു നൽ മാനസവും മനസ്സിന്റെ ഭാരമെല്ലാം നീങ്ങട്ടെ. തീർത്തരുൾകിന്നി ദേവാ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതേ. പരിശുദ്ധനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് ദൈവമേ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ. പരിശുദ്ധനെ എന്നിൽ തിരികെ എടുക്കല്ലേ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെന്ന്. കർത്താവിന്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ദൈവമേ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നി ദേവാ. രക്ഷ നൽകുന്ന പരമാനന്ദം കർത്താവെ വീണ്ടും നൽകണമേ. രക്ഷതമാം പരമാനന്ദം നീ വീണ്ടും നൽകണമെന്നാഥ. കർത്താവെ രക്ഷ നൽകണമെന്ന പ്രാർത്ഥനയോടെ രക്ഷതമാം പരമാനന്ദം നീ വീണ്ടും നൽകണമെന്നാഥ. കന്മഷമില്ലാത്തൊരു ഹൃദയത്തിന് വേണ്ടി ആഗ്രഹിച്ച് കന്മഷമിയലാതൊരു മനമെന്നിൽ ചിന്മയരൂപ തന്നിടുക. കളങ്കമില്ലാത്ത മനസ്സിന് വേണ്ടി ആഗ്രഹിച്ച് കന്മഷമിയലാതൊരു മനമെന്നിൽ ചിന്മയരൂപ ഹൃദയത്തെ നിർമ്മലമാക്കി തീർക്കണമേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. എന്റെ മനസ്സിനെ കഴുകി വിശദീകരിക്കണമേ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നി ദേവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അണയുന്നു. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിയോടെ യോഗ്യതയോടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും തൊട്ടടുത്ത മണിക്കൂർ ഒരു കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവെ, യോഗ്യതയില്ലെന്നറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:23 പറയുന്നു, നീ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും പകയുള്ളതായിട്ട് നീ സംശയിച്ചാൽ ബലിവസ്തു താഴത്ത് വെക്ക്, എന്നിട്ട് പോയി ബലിയർപ്പിക്കുക. അല്ലാത്ത അർപ്പണങ്ങളൊക്കെ ഫലമില്ലാത്ത അർപ്പണമാണല്ലോ. തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക, ഈശോയെ, ഈ ബലി അർപ്പിക്കാൻ വരുമ്പോൾ എനിക്ക് അനേകം വ്യക്തികളോട് അസ്വസ്ഥതയും നീരസമുണ്ടല്ലോ. ദൈവമേ, ഇത് ക്ഷമിക്കാതെ, ഇതിന് ക്ഷമ ചോദിക്കാതെ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബലി കൊണ്ട് അർത്ഥമില്ലെന്ന് എനിക്കറിയാം. കർത്താവെ, അനുതാപത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, അനുരഞ്ജനത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ക്ഷമിക്കാനുള്ള കഴിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളോടെ പ്രവേശന ഗാനത്തോട് ചേർന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. ഒഴുകിയൊഴുകും തിരികളെ, മധുപകരും പൂക്കളെ, ഒരുങ്ങിയെത്തും ജനങ്ങളെ,
ഒരുമയോടർപ്പിച്ചിടാം യേശുവിൻ ബലിനാം ഒന്നായി യേശുവിൻ ബലിനാം ഒഴുകിയൊഴുകും തിരികളെ മധുപകരും പൂക്കളെ ഒരുങ്ങിയെത്തും ജനങ്ങളെ ഒരുമയോടർപ്പിച്ചിടാം യേശുവിൻ ബലിനാം ഒന്നായി യേശുവിൻ ബലിനാം കന്മഷം നിറഞ്ഞ ഹൃദയം വെണ്മയാക്കിടാം തിന്മയാകെ അകറ്റുവാൻ ഉത്സുകരാകാം കന്മഷം നിറഞ്ഞ ഹൃദയം വെണ്മയാക്കിടാം തിന്മയാകെ അകറ്റുവാൻ ഉത്സുകരാകാം താഴ്മയുള്ള ചിന്തകള മനം നിറയ്ക്കാൻ നന്മ നമ്മിൽ നിറഞ്ഞിടാൻ പ്രാർത്ഥിച്ചിടാൻ ഉരുകിയൊഴുകും തിരികളെ മധുപകരും പൂക്കളെ ഒരുങ്ങിയെത്തും ജനങ്ങളെ ഒരുമയോടർപ്പിച്ചിടാം യേശുവിൻ ബലിനാം ഒന്നായി യേശുവിൻ ബലിനാം കൈകൾ കൂപ്പിപ്പിടിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുകയാണ്. ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കുർബാനയ്ക്ക് ശേഷം ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ നല്ലൊരു കുമ്പസാരത്തിനൊരുങ്ങുകയാണ്. അതുകൊണ്ട് ഈ ബലിയിൽ സമർപ്പിക്കേണ്ട നമ്മുടെ പാപങ്ങളും ബലഹീനതകളുമാണ്. കൈകൾ കൂപ്പിപ്പിടിച്ച് ഏറ്റു പറയാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ പരിശുദ്ധ കുർബാനയിൽ എന്റെ പാപങ്ങളും രോഗങ്ങളും തകർച്ചകളും ഞാനിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഈശോയെ സ്വീകരിക്കണമേ. പിതാവേ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നവീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ച് നമുക്ക് പിതാവിന് നന്ദി പറയാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ഈ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നേടാം. നാമൊരു പീഠമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമോടെയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിൽ നിന്നും മറ്റൊരു ശാന്തി പ്രത്യാശ്രയമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നാമം പൂജിതമാകണമേ.
നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധിതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളിക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ അവകമല്ലോ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. സങ്കീർത്തനമായി നിർമ്മലമായൊരു ഹൃദയം എന്നിൽ പാട്ടുപുസ്തകമെടുത്ത് പാട്ടുപുസ്തകത്തിലെ 21-ാമത്തെ പേജ് 17-ാമത്തെ ഗാനം നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ നേരായൊരു മാനസവും തീർത്തരുൾക്കെന്നിൽ ദേവാ. ഒന്നുകൂടി പാടാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മാനസവും തീർത്തരുൾക്കെന്നിൽ ദേവാ. കൈ തുറന്ന് തവ തിരുസന്നിധിയിൽ ചേർന്ന് പാടാം. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ എന്നിൽ നിന്നും തിരികെടുക്കരുതെന്ന് പാടുന്നു. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മാനസവും തീർത്തരുൾക്കെന്നിൽ ദേവാ. കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് പാപങ്ങളെല്ലാം ഒന്നുകൂടി ഓർക്കുക. ദൈവമേ, മരിക്കും മുമ്പ് ഒരു നല്ല കുമ്പസാരം നടത്തുവാൻ, എന്റെ ഹൃദയഭാരമെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിക്കുവാൻ എന്നെ ഈ സമയത്ത് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി എല്ലാവരും പാടുകയാണ്. നിർമ്മലമായ ഹൃദയം എന്നിൽ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മാനസവും തീർത്തരുൾക്കെന്നിൽ ദേവാ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യരുനിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമാരുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ഈ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും ഞങ്ങൾ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആസ്വദിക്കാം. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ജഡത്തിന്റെ വ്യാപാരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും നിങ്ങളോട് ഞാൻ പറയുന്നു. ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാര്യം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായി, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിനേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ ശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15 തിരുവചനങ്ങൾ 11 മുതൽ 24 വരെ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു വലിയ ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അവനവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി നിന്നിരുന്നത് അവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം.
മിശിഹായിൽ സ്നേഹമുള്ളവരെ,